ആരോഗ്യം അമൂല്യം. സാംക്രമിക രോഗങ്ങൾ തടയാം. ഇതേക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഷമീർ VK. ഇപ്പം ഈ ഗില്ലൻ ബാരി സിൻഡ്രോം എന്ന് പറയുന്നത് ഒരു സാംക്രമിക രോഗമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഉത്തരം. ശരിക്കും പറഞ്ഞാൽ അതൊരു നമ്മുടെ ഞരമ്പുകളിൽ തളർച്ച വരുന്ന, പിന്നെ കൈകാലുകൾ ശക്തി കുറഞ്ഞ് ഞരമ്പുകൾ വീക്കായി, ഈവൻ നമുക്ക് ശ്വാസത്തിന് വരെ ബുദ്ധിമുട്ടുണ്ടാകാവുന്ന രീതിയിൽ ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഞരമ്പുകളെ ബാധിക്കുന്ന ഒരു അസുഖമാണ് ഗില്ലൻ ബാരി സിൻഡ്രോം. അതിന് ഈ ഒരു ടോപ്പിക്കിലേക്ക് പ്രസക്തി വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു അണുബാധയുമായി ഒരു ബന്ധം ഇതിനുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഫെക്ഷൻ വന്നിട്ട് 1-2 ആഴ്ച ഒരു ഗ്യാപ്പ്, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശരീരത്തിലുള്ള നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഇതിനോടുള്ള ഒരു റിയാക്ഷൻ, അത് കാരണം നമുക്ക് ഈ ഗില്ലൻ ബാരി സിൻഡ്രോം സംഭവിക്കാം. അപ്പോൾ ചില അണുബാധകളെ പണ്ട് മുതലേ ചില പ്രത്യേക തരത്തിലുള്ള ബാക്ടീരിയ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചില വൈറസുകൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കാലയളവ് കഴിഞ്ഞാൽ ഈ ഗില്ലൻ ബാരി സിൻഡ്രോം ഉണ്ടാവാം എന്നുള്ളത് പണ്ട് മുതലേ നമുക്ക് അറിവുള്ളൊരു കാര്യമാണ്. അപ്പം അതൊരു തരം ബാക്ടീരിയ, ഒരു കാമ്പൈലോബാക്ടർ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ നമ്മൾ സാധാരണ ഭക്ഷണത്തിലൂടെ വെള്ളത്തിലൂടെയൊക്കെ തന്നെ പകരാൻ സാധ്യതയുള്ള ഒരു ബാക്ടീരിയ വന്നിട്ട് ഒരു ചെറിയൊരു കാലയളവിന് ശേഷം, അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു അനുമാനമാണ് ഇപ്പം നമ്മളെ സാംക്രമിക രോഗത്തെയും ഗില്ലൻ ബാരി സിൻഡ്രോത്തിനെയും ബന്ധിപ്പിക്കുന്നത്. അപ്പം വീണ്ടും നമ്മൾ കറങ്ങിത്തിരിഞ്ഞ് വരുമ്പോൾ നമ്മുടെ വെള്ളത്തിലേക്കും ഭക്ഷണത്തിലേക്കും അതിൻ്റെ ശുദ്ധിയില്ലായ്മയിലേക്കും ചർച്ച വീണ്ടും എത്തുകയാണ്. അപ്പം ഈ സംഭവം നമ്മുടെ ശരീരത്തിലേക്ക് കയറാനുള്ള വഴി എപ്പോഴും ഈ വഴി തന്നെയാണ്. അപ്പം ഭക്ഷണം അല്ലെങ്കിൽ വെള്ളം, അതിൽ ഒരു കൃത്യമായ ശുദ്ധമല്ലാത്ത രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതാവാം ഇതിലേക്ക് എത്തുന്നത്, അതാവാം അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ടാവാം എന്നുള്ളൊരു രീതിയിലാണ് ഇപ്പോൾ ചർച്ച പോകുന്നത്. ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ പണ്ട് വളരെ സർവ്വസാധാരണമായിരുന്നു. അതിനുശേഷം നമ്മുടെ ക്വാളിറ്റി, ജീവിതത്തിൻ്റെ മൊത്തം നിലവാരം വർദ്ധിച്ചപ്പോൾ ഇതൊക്കെ വളരെ വളരെ കുറഞ്ഞു വന്നതാണ്. ഇപ്പോൾ പെട്ടെന്ന് പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഇതിൻ്റെ നമ്പർ കുത്തനെ കൂടുന്നത്. അങ്ങനെ കുത്തനെ കൂടിയപ്പോൾ തന്നെ ഇതുവരെ നമ്മൾ കാണാത്ത രീതിയിലുള്ള കോംപ്ലിക്കേഷനുകളെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മരണങ്ങൾ സംഭവിച്ചു, കിഡ്നി ഫെയിലിയറുകൾ സംഭവിച്ചു. അപ്പം ശരിക്കും ഇതെല്ലാം തന്നെ ഇതിൻ്റെയും സ്രോതസ്സ് നമുക്കറിയുന്നതാണ്, നമ്മൾ കുടിക്കുന്ന വെള്ളം തന്നെയാണെന്നുള്ള ഒരു സംശയവുമില്ല. പണ്ട് 5 വർഷം കൂടുമ്പോഴൊക്കെ ആയിരുന്നു ഒരു അമീബിക് മെനിഞ്ചൈറ്റിസ് ഒക്കെ ഡയഗ്നോസ് ആവുന്നു. അത് തന്നെ നമ്മളിപ്പം ഒരു കുളത്തിൽ കുളിച്ചു, ഡൈവ് ചെയ്തു, അങ്ങനെയുള്ള വളരെ ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ഹിസ്റ്ററി ആയിട്ട് വരും. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യും. അങ്ങനെയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ സെൻറ്ററിൽ ഇപ്പോഴും അമീബിക് മെനിഞ്ചൈറ്റിസ് പേഷ്യൻ്റ് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതും ഒരു വലിയ മാറ്റമാണ്. അപ്പോൾ ഈ വെള്ളം എന്ന് പറയുന്നത് പണ്ട് പറഞ്ഞ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളം അതിൽ പോയി കുളിക്കുക എന്നുള്ളൊരു രീതിയിൽ നിന്ന് മാറി അല്ലാതെ തന്നെ ഇത് വരാം. നമ്മളിപ്പോൾ വെറുതെ കുളിക്കുമ്പോഴോ അല്ലെങ്കിൽ മൂക്ക് കഴുകുമ്പോഴോ ഒക്കെ നമ്മുടെ ചുറ്റുമുള്ള വെള്ളത്തിൽ നിന്ന് ഇത് സംഭവിച്ചേക്കാം എന്നുള്ളൊരു ഭീതിയിലേക്ക് നമ്മളെത്തുന്നത്. അവിടെയും വീണ്ടും നമ്മുടെ ശുദ്ധമായ ജലത്തിൻ്റെ ഒരു ചോദ്യമാണ് അവിടെയും വരുന്നത്. കാരണം ഹെപ്പറ്റൈറ്റിസ് ആണെങ്കിലും നേരത്തെ പറഞ്ഞ ഗില്ലൻ ബാരി ഉണ്ടാക്കുന്ന രീതിയിലുള്ള ബാക്ടീരിയ ആണെങ്കിലും ഇപ്പോൾ നമ്മുടെ കോളിഫോം എന്ന് പറയും. സാധാരണ ഈ വിസർജ്ജ വസ്തുക്കൾ എത്രത്തോളം വെള്ളവുമായിട്ടൊക്കെ കോണ്ടാക്റ്റിൽ വരുന്നു എന്നുള്ളതിനൊരു കൗണ്ടാണത്. അപ്പോൾ അത് വർദ്ധിക്കുന്നതിനനുസരിച്ച് ഇത്തരത്തിലുള്ള ജീവജാലങ്ങളെല്ലാം വെള്ളത്തിൽ തഴച്ച് വളരാനുള്ളൊരു സാധ്യത, അത് സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിലേക്ക് എത്താനുള്ള സാധ്യത, അതിനാനുപാതികമായിട്ട് ഇത്തരത്തിലുള്ള ഇൻഫെക്ഷനുകളൊക്കെ കൂടാനുമുള്ള സാധ്യതയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പുതിയ സൂണോസിസ് എന്ന് പറയുന്നത്, പുതിയ വൈറസുകൾ ഉണ്ടാവുന്നത്, മൃഗങ്ങളിൽ നിന്ന് വൈറസ് പുറത്തേക്ക് ചാടുന്നത്, ഇപ്പോൾ നിപ്പ പോലത്തെ സംഭവം, എന്തുകൊണ്ട് പെട്ടെന്ന് വവ്വാലിൽ നിന്ന് നിപ്പ പുറത്തേക്ക് ചാടി ആൾക്കാർക്ക് കിട്ടുന്നു, ഇങ്ങനത്തെ ചോദ്യങ്ങൾക്കൊക്കെ പലപ്പോഴും പിറകോട്ട് പോകുമ്പോൾ അതിലൊരു 50% പ്രകൃതിയാ തന്നെയുള്ള കുറേ മാറ്റങ്ങളും ഈ പറഞ്ഞ ടെമ്പറേച്ചറിലുള്ള മാറ്റമൊക്കെ 50% നമ്മളായിട്ട് കൊണ്ടുവന്ന മാറ്റങ്ങൾ, കാട് പോയതും ഇവരുടെ വാസസ്ഥലങ്ങൾ നഷ്ടപ്പെട്ടതും, അങ്ങനത്തെ പല ഘടകങ്ങൾ ഒന്നിച്ച് ചേർന്ന് വരുമ്പോഴാണ് ഈ ഒരു രോഗത്തിന് അനുകൂലമായ ഘടകം, ഒരു എൻവയോൺമെൻറ്റ് നമ്മൾ ഉണ്ടാക്കുന്നത്. സാംക്രമിക രോഗങ്ങൾ തടയാം. ഇതേക്കുറിച്ച് സംസാരിച്ചത് ഡോക്ടർ ഷമീർ VK.